ഹലോ, വെൽക്കം ടു എക്സൽ സ്കിൽ കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദ ബെസ്റ്റ് പ്രൈസ് ഫ്രം ദി ലിസ്റ്റ്. നമുക്ക് പല സിനാറിയോസ് വരാറുണ്ട്. നമുക്കൊരു മൾട്ടിപ്പിൾ കൊട്ടേഷൻ കിട്ടാറുണ്ട് സെയിം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് പെയിൻസ്റ്റേക്കിംഗ് ആണ്. കാരണം ഒരുപാട് സമയം നമ്മൾ എടുക്കാറുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇങ്ങനെ സിറ്റുവേഷനിൽ എക്സൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് നമ്മുടെ ടൈം സേവ് ചെയ്യാനും കറക്റ്റായിട്ടുള്ള ഒരു ആക്യുറസിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് നമ്മളിവിടെ കോമ്പിനേഷൻ ഓഫ് 3 ഫോർമുലയുടെ കോമ്പിനേഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒന്ന് മിനിമം ഫോർമുല നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇൻഡെക്സ് ആൻഡ് മാച്ച്. ഈ 3 ഫോർമുലയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു റൈസ്, വീറ്റ്, സൺഫ്ലവർ ഓയിൽ, ഷുഗർ. ഈ പ്രോഡക്റ്റുകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നിട്ടുള്ള റേറ്റുകളാണിത്. ബിഗ് ബസാർ, റിലയൻസ്, മോർ, ലുലു. ഇവിടെ നമ്മൾ ഏതാണ് ഏറ്റവും മിനിമം പ്രൈസ് ഓഫർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോകണം. മിനിമം പ്രൈസിൻ്റെ ഫോർമുലയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിന് നമ്മൾ ഈക്വൽ ടു മിനിമം MIN മിനിമം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ റോ ഫുൾ സെലക്ട് ചെയ്യുക. കൺസേൺ റോ, റൈസിൻ്റെ റോ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതേപോലെ തന്നെ താഴെ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാ വീറ്റിൻ്റെ ആയാലും സൺഫ്ലവർ ഓയിലിൻ്റെയും ഷുഗറിൻ്റെയും മിനിമം റേറ്റ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിലേത് സൂപ്പർ മാർക്കറ്റാണ് നമുക്ക് ഏറ്റവും കുറവ് റേറ്റ് തന്നിട്ടുള്ളത്. ഈ മിനിമം റേറ്റ് ഏറ്റവും കുറവ് തന്നിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഏതാണ് കണ്ടെത്തണം. അതിന് മാച്ച് ഫോർമുല ഉപയോഗിക്കാം. ഈക്വൽ ടു മാച്ചിൽ ഈ ലുക്കപ്പ് വാല്യൂ എടുക്കുക, മിനിമം വാല്യൂൻ്റെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ഡ്രാഗ് ചെയ്യുക, റേഞ്ച് ഫുൾ ഡ്രാഗ് ചെയ്തിട്ട് അതിൽ (0) ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തേർഡ് കാറ്റഗറി മോറാണ് നമുക്ക് ഇതിൽ മിനിമം വാല്യൂ തന്നിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് ഓരോ നമ്പേഴ്സ് കിട്ടി. ദാറ്റ് മീൻസ് വീറ്റ് എന്നിട്ടുള്ളത് ബിഗ് ബസാറാണ്, ദാറ്റ് മീൻസ് നമ്പർ 1 ആണ്. ഇനി നമുക്കിവിടെ വേണ്ടത് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പേരുകളാണ്. അതിന് നമ്മൾ ഇൻഡെക്സ് ഫോർമുല ഉപയോഗിക്കാം. ഈക്വൽ ടു ഇൻഡെക്സ് സെലക്ട് ചെയ്തിട്ട് റേഞ്ച് സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ആ സൂപ്പർ മാർക്കറ്റുകളുടെ റേഞ്ച് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാച്ചിൽ കിട്ടിയിട്ടുള്ള ഫിഗർ, ദാറ്റ് മീൻസ് 3, അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കിത് ഒരു ഒബ്സൊല്യൂട്ട് റെഫറൻസ് ആക്കാം. ഈ റെഫറൻസ് ലോക്ക് ചെയ്യണം. F4 അടിച്ച് കഴിഞ്ഞാൽ റെഫറൻസ് ലോക്ക് ചെയ്യാൻ പറ്റും. F4 ക്ലിക്ക് ചെയ്തിട്ട് റെഫറൻസ് ലോക്ക് ചെയ്യുക. വീണ്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേരിൽ കിട്ടി. വീറ്റ്, സൺഫ്ലവർ ഓയിൽ, ഷുഗർ, ഏതൊക്കെ സൂപ്പർ മാർക്കറ്റാണ് നമുക്ക് ഏറ്റവും കുറവ് റേറ്റ് എന്നുള്ളത്. ഇങ്ങനെ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് ശരിക്കും ഒരുപാട് മണിയും അതിലും ഒരുപാട് സമയമായാലും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് കൊട്ടേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് നിങ്ങളുടെ കരിയറിൽ. അപ്പോൾ ഇത് വളരെയധികം ഉപകാരം ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി നിങ്ങൾ എക്സൽ സ്കിൽ കോർണറിൽ വരിക. ഓക്കെ, താങ്ക് യു.